ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് സെറ്റ് നോട്ട് ആൻഡ് സെറ്റ് വൺ ബി പോയിൻറ്റ്സ് ഇൻ എ ഡൊമെയിൻ ഡി. എ കോണ്ടൂർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈസ് സെറ്റ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ് ദി സെയിം ഫോർ ഓൾ കോണ്ടൂർസ് സി ഇൻ ഡി വിത്ത് ആൻ ഇനീഷ്യൽ പോയിൻറ്റ് സെറ്റ് നോട്ട് ആൻഡ് എ ടെർമിനൽ പോയിൻറ്റ് സെറ്റ് വൺ. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് എന്ന് പറയുന്ന ഈ ഇൻ്റഗ്രൽ അതിന് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി പാത്ത് എന്ന് പറയണമെങ്കിൽ ഇങ്ങനെയൊരു പാത്തുണ്ട്. സെറ്റ് നോട്ടിനെയും സെറ്റ് വണ്ണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാത്താണ് സി. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് പാത്ത് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഈ സെറ്റ് നോട്ടിനെയും സെറ്റ് വണ്ണിനെയും കണക്ട് ചെയ്യുന്ന വേറെ ഏത് പാത്ത് എടുത്താലും അവിടെയൊക്കെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റും ഇൻ്റഗ്രൽ ഓവർ സി വൺ എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ടു എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് അങ്ങനെ ഏത് പാത്ത് എടുത്താലും ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ നമ്മൾ പറയും ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്. തിയറം 1. If f is an analytic function in a simply connected domain D and C is a contour in D, then integral over C f of z dz is independent of the path C. ഈ തിയറം കോഷി-ഗോർസ തിയറത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക്. അവിടെ എന്തായിരുന്നു, ഡി എന്ന് പറയുന്ന ഇത് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയിനാണ്. സി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ സിംപ്ലി കണക്ട് ഡി എന്ന് പറയുന്ന ഡൊമെയിനിലെ ഏത് ക്ലോസ്ഡ് കർവ് സി എടുത്താലും ഇൻ്റഗ്രലിൻ്റെ വാല്യൂ സെയിം ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്താണ്. എപ്പോൾ മാത്രം ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആകുമ്പോൾ ആ ഇൻ്റഗ്രൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്തായിരിക്കും. റിയൽ വാല്യൂഡ് ഫങ്ഷൻസിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോംപ്ലക്സ് ഫങ്ഷൻസിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഡെഫിനിഷൻ. സപ്പോസ് എഫ് ഈസ് കണ്ടിന്യൂസ് ഇൻ എ ഡൊമെയിൻ ഡി ഇഫ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഫോർ ഈച്ച് സെഡ് ഇൻ ഡി then f is called an antiderivative of f. ഓക്കെ, അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ആണെങ്കിൽ ഈ ക്യാപിറ്റൽ എഫിനെ നമ്മൾ ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്നാണ് പറയുക. ഒരു എക്സാമ്പിൾ നോക്കാനായിട്ട് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സൈൻ സെഡ്. അപ്പോൾ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ അതിനൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ സൈൻ സെഡ് ഡി സെഡ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മൈനസ് കോസ് സെഡ് എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മൈനസ് കോസ് സെഡ് ഈസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് സൈൻ സെഡ്. അതിൻ്റെ കാരണം എന്താണ്, ഈ എഫ് ഡാഷ് ഓഫ് സെഡ് ഈ മൈനസ് കോസ് സെഡിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ സൈൻ സെഡാണ് കിട്ടുക. അല്ലെങ്കിൽ ഇൻ്റഗ്രൽ സൈൻ സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് സെഡാണ്. അതുകൊണ്ട് നമ്മൾ ഈ മൈനസ് കോസ് സെഡ് എന്ന് പറയുന്നത് ഈ സൈൻ സെഡിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റി ഡെറിവേറ്റീവിനെ തന്നെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ദ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് റിട്ടൺ ഇൻ്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് പ്ലസ് സി വേർ എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ്. ഈ ക്യാപിറ്റൽ എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുക. സി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആണ്, അതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഫണ്ടമെൻ്റൽ തിയറം ഫോർ കോണ്ടൂർ ഇൻ്റഗ്രൽസ്. Let f be continuous in a domain D and capital F be an antiderivative of f in D. Then for any contour C in D with initial point set naught and terminal point set 1, integral over C f of z dz equal to capital F of z1 minus capital F of z2. ഓക്കെ, അപ്പോൾ സെറ്റ് നോട്ടിനെയും സെറ്റ് വണ്ണിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു കർവാണ് സി എന്ന് പറയുന്ന കർവ്. ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഡി എന്ന് പറയുന്ന ഡൊമെയിനിലാണ് സീനെ കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്. ആ ഡൊമെയിനിൽ എഫ് കണ്ടിന്യൂസ് ആണ്. ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവും ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് വൺ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ടു ആണ്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാകാം, ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഈ സെറ്റ് നോട്ടിനെയും ഇവിടെ സെഡ് നോട്ട് മൈനസ് സെഡ് വൺ ആണ്. സെഡ് നോട്ടിനെയും സെഡ് വണ്ണിനെയും മാത്രമേ സെഡ് വൺ മൈനസ് സെഡ് നോട്ട്. ഓക്കെ,
സെറ്റ് നോട്ടിനെയും സെറ്റ് വണ്ണിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് ഇനീഷ്യൽ പോയിൻറ്റിനെയും ഫൈനൽ പോയിൻറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഫണ്ടമെൻ്റൽ തിയറത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് കൺക്ലൂഷൻസ് ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കോണ്ടൂറാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് സെഡ് വൺ മൈനസ് എഫ് ഓഫ് സെഡ് വൺ തന്നെ ആയിരിക്കും. കാരണം ഇനീഷ്യൽ പോയിൻറ്റും ടെർമിനൽ പോയിൻറ്റും സെയിം ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0. ഇത് തന്നെയാണ് നമ്മൾ കോഷി ഗോർസ തിയറത്തിലും കണ്ടത്. ഓക്കെ, ഇനി ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ടെർമിനൽ പോയിൻറ്റിനെയും ഇനീഷ്യൽ പോയിൻറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ എന്താണ് ആ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ആയിരിക്കും. ഓക്കെ, മറ്റൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഹാസ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എഫ് ഇൻ ഡി ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ആയിരിക്കും. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്തും ആണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ഈ ഡൊമൈനിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഇതെന്ന് പറഞ്ഞാലൊരു സഫിഷ്യൻറ്റ് കണ്ടീഷനും കൂടിയാണ്. എഫ് കണ്ടിന്യൂസും ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്തും ആണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് ആ ഡൊമൈനിൽ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി എക്സിസ്റ്റൻസ് ഓഫ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് എപ്പോഴാണ് ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുക? ഒരു കോംപ്ലക്സ് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷന് ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഓക്കെ, ഇഫ് എഫ് ഈസ് അനാലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി then f has an anti-derivative in D. That is, there exists a function capital F such that f dash of z equal to f of z for all z in D. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ അനാലിറ്റിക് ആണെങ്കിൽ അതിന് എന്തായാലും ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. ആൻറ്റി ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിനെ കണ്ടുപിടിക്കാനായിട്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ സി എന്ന് പറയുന്ന കർവിൽ അല്ലെങ്കിൽ ഈ ഒരു ഡൊമൈനിൽ അനാലിറ്റിക് ആയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ വാല്യൂ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് വൺ മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് നോട്ട് ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പ്രോബ്ലം 1, ഇവാലുവേറ്റ് ദി ഫോളോയിങ് ഇൻ്റഗ്രൽസ് വെർ സി ഈസ് എനി കോണ്ടൂർ from z equal to 0 to z equal to 1 plus I. First problem, integral over c z square dz. Second one, integral over c e raised to pi z dz. ഓക്കെ, ഇവിടെ z equal to 0 എന്ന് പറയുന്ന പോയിൻ്റ്, അതുപോലെ തന്നെ z equal to 1 plus I എന്ന് പറയുന്ന പോയിൻ്റ്, ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു കോണ്ടൂറാണ് സി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ്റഗ്രൽ ഓവർ സി z സ്ക്വയർ dz ആണ്. അപ്പം ഈ ഒരു ഇൻ്റഗ്രൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി പാത്ത് ആണോ അല്ലെങ്കിൽ ആണോ എന്ന് നോക്കിയാൽ മതി. ഇൻഡിപെൻഡൻ്റ് ഓഫ് ദി പാത്ത് ആണെങ്കിൽ ഇത് ഇനീഷ്യൽ പോയിൻറ്റിനെ ടെർമിനൽ പോയിൻറ്റിനെ മാത്രമേ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ എഫ് ഓഫ് സെഡ്, ആദ്യത്തെ പ്രോബ്ലത്തിലെ സെഡ് സ്ക്വയറിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ ഫംഗ്ഷൻ അനാലിറ്റിക് ഫംഗ്ഷൻ ആണോ നോക്കിയാൽ മതി. സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ പോളിനോമിയലാണ്, അതെല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, അതുപോലെ തന്നെ അനാലിറ്റിക്കും ആണ്. അതുകൊണ്ട് അതിനൊരു ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ സെഡ് സ്ക്വയറിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ്റഗ്രൽ സെഡ് സ്ക്വയർ ഡി സെഡ്, സെഡ് ക്യൂബ് ബൈ 3 ആണ് അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ്. ഓക്കെ, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ ആൻഡ് സിൻസ് ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് ക്യൂബ് ബൈ 3 ഈക്വൽ ടു സെഡ് സ്ക്വയർ, ഇതിന് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആൻറ്റി ഡെറിവേറ്റീവ് സെഡ് ക്യൂബ് ബൈ 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻറ്റി ഡെറിവേറ്റീവ് കിട്ടി സെഡ് ക്യൂബ് ബൈ 3 ആണ്. ഇപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇനീഷ്യൽ പോയിൻറ്റിനെ ടെർമിനൽ പോയിൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 plus I എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു എഫ് ഓഫ് 1 plus I. ടെർമിനൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1 plus I ആണ്, ഇനീഷ്യൽ പോയിൻറ്റ് 0 ആണ്. ഓക്കെ, എഫ് ഓഫ് 1 plus I മൈനസ് എഫ് ഓഫ് 0 എന്ന് കിട്ടും. ഓക്കെ, എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ക്യൂബ് ബൈ 3 ആണ്.
അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1+i എന്ന് പറഞ്ഞാൽ 1+i ഹോൾ ക്യൂബ് ബൈ 3 ആണ്. അതുപോലെ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0/3 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 1+i ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യുമ്പം നമുക്ക് -1+i എന്നാണ് കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു -1+i. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലത്തിൽ നമുക്ക് e⁻πz എന്ന് പറയുന്ന ഫംഗ്ഷനെയാണ് ഇൻ്റഗ്രൽ ഓവർ e⁻πz ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ e⁻z എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു എൻറ്റയർ ഫംഗ്ഷനാണ്. അതായത് കോംപ്ലക്സ് പ്ലെയിനിൽ ഏത് പോയിൻ്റ് എടുത്താലും ആ ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. അതുകൊണ്ട് e⁻πzഉം എൻറ്റയർ ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും കണ്ടിന്യൂസും ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ e⁻πzൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ e⁻πz ആണ് അല്ലേ. ഇൻ്റഗ്രൽ e⁻πz ആണ്. ചെയ്ത് കഴിയുമ്പോൾ e⁻πz ഡിവൈഡഡ് ബൈ പൈ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, e⁻πz ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ, ഹെൻസ് ബൈ ദി ഫണ്ടമെൻ്റൽ തിയറം the integral of f of z along C, where C is in a contour joining 0 to 1+i, depends only on the endpoints 0 and 1+i. ആൻറ്റി ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഇൻ്റഗ്രൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ആയിരിക്കും. 0യെയും 1+iയെയും മാത്രമേ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ദർഫോർ ഇൻ്റഗ്രൽ ഓവർ C e⁻πz dz ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1+i f of z dz ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് 1+i മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് 0. ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് e⁻πz ഡിവൈഡഡ് ബൈ പൈ ആണ്. അപ്പോൾ എഫ് ഓഫ് 1+i എന്ന് പറഞ്ഞാൽ e⁻π ഇൻറ്റു 1+i ഡിവൈഡഡ് ബൈ പൈ മൈനസ് e⁻0 ഡിവൈഡഡ് ബൈ പൈ. ഓക്കെ, ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ e⁻π ഇൻറ്റു e⁻πi എന്ന് കിട്ടും, അല്ലെങ്കിൽ e⁻i⁻ എന്ന് കിട്ടും. e⁻i⁻യുടെ വാല്യൂ cos π പ്ലസ് i sin π ആണ്. ഇതിൻ്റെ വാല്യൂ സൈൻ പൈയുടെ വാല്യൂ 0, കോസ് പൈയുടെ വാല്യൂ -1. അപ്പോൾ ഇതിൻ്റെ വാല്യൂ -1 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഈ ടേം -1/π എന്നും കിട്ടും. e⁻0 1 ആണ്. ദർഫോർ വിച്ച് ഈസ് ഈക്വൽ ടു -1/π ഇൻറ്റു e⁻π +1 എന്ന് കിട്ടും.